ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകം നമ്മുടെ ഈ പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡും അതുപോലെ ലവ് ഈച്ചതറും ഒന്നിച്ചുള്ള ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയവനായ ദൈവം കൃപ ചെയ്തു. എനിക്കത് നന്നായിട്ട് അനുഭവിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ ഇടയാകുന്നുണ്ട്. കാരണം അനേക യാത്രകൾ ഈ ദിവസങ്ങളിൽ ചെയ്ത് ചെന്നിടത്തെല്ലാം നമ്മുടെ ഈ ശുശ്രൂഷയെ പറ്റി അനേകർ പറയാനും അവരൊക്കെ ആ നിലയിൽ ആത്മീയമായിട്ട് സന്തോഷം അനുഭവിക്കുന്നത് കാണുവാനും ഇടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ ഓരോ സ്ഥാനത്ത് ദൈവം ദേശത്തിന്റെ കാവൽക്കാരായിട്ട് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു വാക്യം വായിക്കാം. എസെക്കിയേൽ പ്രവചനം 33 അധ്യായത്തിന്റെ 7 വാക്യം. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. നമുക്ക് വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന സത്യം മറ്റുള്ളവരോട് പറയുകയും അതുപോലെ തന്നെ അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം, ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ ചെയ്ത് നമ്മുടെ ഓട്ടം ഓടി ജയിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഓർഡർ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഓപ്പണിംഗ് പ്രെയർ തങ്കമ്മ ആൻറ്റിയാണ് ചെയ്യുന്നത്. ആൻറ്റിയെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് 2 പാട്ടുകൾ പാടിത്തരുവാൻ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സിസ്റ്റർ സുധാ ജിബു ആണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നതെന്ന്. പ്രിയദാസിയെ ദൈവം ബലപ്പെടുത്തട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. അതുപോലെ മെസ്സേജ് ഇന്ന് നമുക്ക് തരുന്നത് സിസ്റ്റർ സ്നേഹ വിൽസനാണ്. പലപ്പോഴും നമുക്ക് സഹോദരിയിൽ നിന്ന് മെസ്സേജ് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാസിയെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോയി എല്ലാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് മടങ്ങി വന്ന് നമ്മുടെ ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്നത് ജിജിമോൾ റെനി ആയിരിക്കും. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ഭയത്തോടും ഭക്തിയോടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ ഓപ്പണിംഗ് പ്രെയറിന് വേണ്ടി തങ്കമ്മ ആൻറ്റിയെ ക്ഷണിച്ചോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായി ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഓർത്തതുപോലെ ഇങ്ങനെ ഒരു അവസരം ഈ സാധുക്കളായ പെൺമക്കൾക്ക് അവിടുന്ന് നൽകി തന്നല്ലോ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ ആ സാന്നിധ്യ ബോധത്തോടെ അവിടുത്തെ സന്നിധിയിൽ ഇരുപ്പാൻ പരിശുദ്ധാത്മാവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവേ, അവിടുന്ന് സകല സ്തുതിക്ക് യോഗ്യനായിരിക്കാൻ സ്തോത്രം. അവിടുന്ന് യോഗ്യനാണ്. അത് സ്വർഗം സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. ഭൂമിയിലും നിന്റെ മക്കൾ അവിടുന്ന് യോഗ്യൻ എന്നുള്ള ഓർമ്മയോടുകൂടി അവിടുത്തെ പാദപീഠത്തിങ്കൽ വന്ന് അവിടുത്തെ നമസ്കരിക്കുകയാണ്, അവിടുത്തെ ആരാധിക്കുകയാണ്, അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ അവിടുത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് അത് എത്ര വിലയേറിയതാണെന്ന് ഓർത്തുകൊണ്ട് അത് മറ്റാരാലും സാധിക്കയില്ല എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രാണനാഥന്റെ പാദപീഠത്തിങ്കൽ ഇരിക്കുകയാണ് പെൺമക്കളായ ഞങ്ങൾ. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മാത്രമല്ല ഈ മാധ്യമങ്ങളിൽ കൂടെ ഇവിടെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഞങ്ങൾ അവരെയും അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇതൊരു അനുഗ്രഹ വിഷയമാണ്. കഴിഞ്ഞ നാളുകളിൽ 162 മീറ്റിങ്ങുകളും പ്രാർത്ഥനാ മീറ്റിങ്ങുകളും അനുഗ്രഹകരമായി നടത്തി അവിടുത്തെ സാന്നിധ്യത്തിൽ അവിടുന്ന് ഞങ്ങളെ ഇരുത്തിയ സ്തോത്രം. അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനായി അവിടുന്ന് തന്നിട്ടുണ്ട് കർത്താവേ. അനേക പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രാർത്ഥനയെ കുറിച്ചുള്ള വചനം, ജീവന്റെ വചനം ഞങ്ങൾ കേട്ടു. പല ചിന്താധാരകളിൽ കൂടെ അത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തുകൊണ്ടിരിക്കുക സ്തോത്രം. ഞങ്ങൾ ഇപ്പോൾ കേട്ടതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയെ കുറിച്ച് അത് അറിഞ്ഞ്
അത് രുചിച്ചറിഞ്ഞ് ഞങ്ങളോടൊപ്പം സന്തോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾ നൽകി തന്നല്ലോ. എത്രയോ അവസരങ്ങൾ ഞങ്ങൾ പാഴാക്കി കളഞ്ഞവരാണ്. എന്നാൽ ഇന്ന് ഇങ്ങനെ ഒരു നല്ല അവസരം ഈ നാളുകളിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം അവിടുന്ന് അറിയുന്നല്ലോ. അനേക കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് വിഷയങ്ങളെ തന്നിരിക്കുക. സ്തോത്രം. അതൊക്കെ ഞങ്ങൾ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ വെക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉത്തരമരുളി തന്നു കർത്താവേ. അവിടുത്തെ ഹിതപ്രകാരം ഒരുപക്ഷെ ഞങ്ങൾ ചോദിച്ച വിധത്തിലായിരിക്കുകയില്ല. അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം തരാതിരുന്ന ഒരു ചോദ്യവും ഒരു പ്രാർത്ഥനയും ഞങ്ങളിലില്ല. അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാം ഉത്തരം നൽകി തരുന്നുണ്ട്. ഇനിയും ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കും അവിടുത്തെ ഹിതപ്രകാരം അവിടുന്ന് ഉത്തരവരുളി തരും. അതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അത് മതി കർത്താവ്. ഞങ്ങൾ പലപ്പോഴും അറിയാതെ ചോദിച്ചു പോകുന്നത് അത് അവിടത്തേക്ക് ഞങ്ങൾക്ക് തരുവാനൊക്കുകയില്ലല്ലോ. അവിടുന്ന് വരുമരാഴികളെ നന്മതിന്മകളെ തിരിച്ചറിയുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടത് മാത്രം തക്ക സമയത്ത് തരും. ഞങ്ങൾ അതുകൊണ്ട് പരാതി പറയുന്നവരായി പോകാതെ, പിറുപിറുക്കുന്നവരായി പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാന ഫലം അവിടുന്ന് കൊടുക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വളരെ ബദ്ധപ്പാട് നിറഞ്ഞ ജീവിതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉഴപ്പാതെ എല്ലാം തക്ക സമയത്ത് ചെയ്യുന്ന പ്രിയ സഹോദരിമാരെ, ഇതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരന്മാരെ ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കും. കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബങ്ങൾക്കായി സ്തോത്രം. ഒത്തൊരുമയോട് ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുന്നു. വരാവുന്ന എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി തരണമേ. ഇപ്പോൾ ഞങ്ങൾ പല രാജ്യങ്ങളിലാണ്, കാലാവസ്ഥ പല വിധത്തിലാണ്. കർത്താവെ, മഴയോ മറ്റൊരു ശല്യങ്ങളോ ഉണ്ടായി ഞങ്ങളുടെ ഈ കർത്താവെ കണക്ഷൻ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാതെ ശാന്തതയോടുകൂടെ ഞങ്ങൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാനും കർത്താവെ ഞങ്ങൾക്ക് വചനത്തിന് മുമ്പാകെ പാട്ടിന്റെ മുമ്പാകെ ഒക്കെ ഇരിക്കുവാനും ഒക്കെ ഇടയാക്കണമേ. പാട്ട് പാടുന്ന പ്രിയ സുധാ ജിബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവൾ ആദ്യമായിട്ടാണെന്ന് കേട്ടു എങ്കിലും കർത്താവ് പാടുവാൻ കഴിവ് കൊടുത്തത് കർത്താവിന്റെ നാമത്തിനായി ഉപയോഗിപ്പാൻ നിന്റെ മകളെ ബലപ്പെടുത്തണം. കണക്ഷൻ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകല്ലേ കർത്താവെ. വചനം സംസാരിക്കുന്ന സ്നേഹവത്സനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസിക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ ഈ മാധ്യമത്തിലൊക്കെയും കർത്താവെ വചനം ശുശ്രൂഷിച്ചിട്ടുള്ളവളാണ്. തനിക്ക് ഇന്നും കൊടുത്തിരിക്കുന്ന വചനം അത് ഞങ്ങളുടെ മുമ്പിൽ വിളമ്പി തരുവാനും ഞങ്ങൾ അത് ആസ്വദിച്ച് അതിന് പ്രകാരം മുമ്പോട്ട് പോകുവാനും ഇടയാക്കണമേ. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ കൂടിയിരിക്കുന്നത്. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. അതിന് വേണ്ടതായ മെസ്സേജ് അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തന്നുകൊണ്ടിരുന്നു. അനേകരിൽ കൂടെ ഇന്നും അത് ഞങ്ങൾക്ക് ലഭിക്കും. അതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോയി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ വിഷയങ്ങളും തിരുമുമ്പിൽ വെക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം മടങ്ങി വന്ന് ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ജിജുമോൾ റനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെയോട് ബലപ്പെടുത്തണമേ. അങ്ങനെ ആദ്യോടന്തം കൂടെ ഇരിക്കണമേ കർത്താവേ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ ഇരിക്കട്ടെ. ഞങ്ങൾ പാടുന്നതും ഞങ്ങൾ ധ്യാനിക്കുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും എല്ലാം തിരുനാമ മഹത്വത്തിന് മാത്രമായി തീരണം. അത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സ്തോത്രവും സ്തുതിയും ബഹുമാനവും ആ പാദപീഠത്തിങ്കൽ അർപ്പിക്കുന്നു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു തങ്കമാൻഡി മക്കളോ മോനോടൊപ്പം UK-യിലായിരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്തത്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്കിങ്ങനെ ഒന്നിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് പാട്ട് കേൾക്കാം.
സിസ്റ്റർ സുധാ ജിബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 2 പാട്ട് പാടാനുള്ള അവസരമുണ്ട്. സുധാ സിസ്റ്ററെ, അത് ആ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അതേലൊന്ന് തൊടുമ്പോ താഴെ അത് ഓക്കെ. ദൈവത്തിന് സ്തോത്രം. ഇത്ര നല്ല രക്ഷകായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയേ നിൻ മുമ്പിൽ യാഗമായി. എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയേ നിൻ മുമ്പിൽ യാഗമായി. ലോകത്തിൻ നിന്ദകൾ ഏറി വന്നാലും മാറല്ലേ മാറയിൻ നാഥനേ. ലോകത്തിൽ നിന്ദകൾ ഏറി വന്നാലും മാറല്ലേ മാറയിൻ നാഥനേ. എന്നു നീ വന്നിടും മേഘത്തിൽ, അന്നു ഞാൻ ധന്യയായി തീർന്നിടും. എന്നു നീ വന്നിടും മേഘത്തിൽ, അന്നു ഞാൻ ധന്യയായി തീർന്നിടും. ഇത്ര നല്ല രക്ഷകായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയേ നിൻ മുമ്പിൽ യാഗമായി. രോഗങ്ങൾ ദുഃഖങ്ങൾ പീഡകളെല്ലാം എൻ ജീവിതേ വന്നിടും വേളയിൽ. രോഗങ്ങൾ ദുഃഖങ്ങൾ പീഡകളെല്ലാം എൻ ജീവിതേ വന്നിടും വേളയിൽ. ദൂതന്മാർ കാവലായി വന്നപ്പോൾ കണ്ടു ഞാൻ ക്രൂശിലെ സ്നേഹത്തെ. ദൂതന്മാർ കാവലായി വന്നപ്പോൾ കണ്ടു ഞാൻ ക്രൂശിലെ സ്നേഹത്തെ. ഇത്ര നല്ല രക്ഷകായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാൽ എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയേ നിൻ മുമ്പിൽ യാഗമായി. സ്തോത്രം. ഒരു പാട്ടുകൂടി പാടണം അല്ലേ? അതെ, ഒരു പാട്ടുകൂടെ ഉണ്ട് സിസ്റ്റർ. കണ്ടു ഞാൻ കാൽവരിയിൽ നാഥന്റെ രൂപം, കണ്ടു ഞാൻ ക്രൂശതിൽ ആ ദിവ്യ സ്നേഹം, കണ്ടു ഞാൻ കാൽവരിയിൽ നാഥന്റെ രൂപം, കണ്ടു ഞാൻ ക്രൂശതിൽ ആ ദിവ്യ സ്നേഹം. കാരിരുമ്പാണിയാൽ കൈകാൽ തുളച്ചൊരാ കഠിന ഹൃദയരെ സ്നേഹിച്ച സ്നേഹം, കണ്ടു ഞാൻ കാൽവരിയിൽ നാഥന്റെ രൂപം, കണ്ടു ഞാൻ ക്രൂശതിൽ ആ ദിവ്യ സ്നേഹം. തള്ളിപ്പറഞ്ഞൊരാ കള്ളനെ പോലും തന്മകനാക്കിയ
സ്നേഹമെന്താശ്ചര്യം തള്ളിപ്പറഞ്ഞൊരാ കള്ളനെ പോലും തൻ മകനാക്കിയ സ്നേഹമെന്താശ്ചര്യം കള്ളം നിറഞ്ഞയൻ ഉള്ളിലും വന്നതാൽ കള്ളം നിറഞ്ഞയൻ ഉള്ളിലും വന്നതാൽ കൺകൾ നിറയുന്നു നന്ദിയാലേറ്റവും കണ്ടു ഞാൻ കാൽവരിയിൽ നാഥന്റെ രൂപം കണ്ടു ഞാൻ ക്രൂശതിൽ ആ ദിവ്യ സ്നേഹം വർണ്യമോ നാഥനൻ പാപത്തിൻ ഭാരമാം വൻകുരിശേന്തുന്നു കാൽവരി മേടതിൽ വർണ്യമോ നാഥനൻ പാപത്തിൻ ഭാരമാം വൻകുരിശേന്തുന്നു കാൽവരി മേടതിൽ വീണൊഴുകുന്നിതാ ചോരയിൻ ചാലുകൾ വീണൊഴുകുന്നിതാ ചോരയിൻ ചാലുകൾ വാഴ്വതിനായി ഞാൻ സ്വർഗീയ തേജസ്സിൽ കണ്ടു ഞാൻ കാൽവരിയിൽ നാഥന്റെ രൂപം കണ്ടു ഞാൻ ക്രൂശതിൽ ആ ദിവ്യ സ്നേഹം പാരം തകർന്നുപോയി പാവനനേശുതാൻ പാരിതിൽ പാപിയൻ പാതകമേറ്റതാൽ പാരം തകർന്നുപോയി പാവനനേശുതാൻ പാരിതിൽ പാപിയൻ പാതകമേറ്റതാൽ പ്രാണൻ വേടിഞ്ഞയോ പ്രാണിയൻ പേർക്കായി പ്രാണൻ വേടിഞ്ഞയോ പ്രാണിയൻ പേർക്കായി പ്രാണപ്രിയനെ ഞാൻ പാടി സ്തുതിച്ചിടും കണ്ടു ഞാൻ കാൽവരിയിൽ നാഥന്റെ രൂപം കണ്ടു ഞാൻ ക്രൂശതിൽ ആ ദിവ്യ സ്നേഹം കാരിരും പാണിയാൽ കൈകാൽ തുളച്ചൊരാ കഠിന ഹൃദയരെ സ്നേഹിച്ച സ്നേഹം കണ്ടു ഞാൻ കാൽവരിയിൽ നാഥന്റെ രൂപം കണ്ടു ഞാൻ ക്രൂശതിൽ ആ ദിവ്യ സ്നേഹം. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 പാട്ടുകൾ പാടുവാൻ കർത്താവ് ബലപ്പെടുത്തി എന്ന് മാത്രമല്ല, ആ പാട്ടിൽ അങ്ങോട്ട് ലയിച്ചിരുന്ന് നന്നായിട്ട് പാടാൻ ഞങ്ങളെല്ലാവരും ആ നിലയിലായിരുന്നു അനുഭവം എന്ന് ഓർക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും തുടർന്നും നന്നായി പാടാൻ തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. കർത്താവ് ധാരാളമായിട്ട് ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ഇനി നമുക്ക് വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. അതിനുവേണ്ടി സിസ്റ്റർ സ്നേഹ വിൽസനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. 20 മിനിറ്റ് നേരം പറയുവാനുള്ള സാവകാശമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലായിരിക്കാൻ തക്കോണം ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു വരുന്നത്. ഞാനും ആ നിലയിൽ
ഏലിയാവിന്റെ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാം എന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് വേണ്ട ദൈവകൃപാനിലയം ലഭിക്കേണ്ടതിന് തുടർന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കിരിക്കാം. നമുക്കറിയാം ഏലിയാവ് നമുക്കെല്ലാം ആന്റി ഒന്ന് പൊങ്ങിയിരിക്കാമോ? ഹലോ അതെ ആന്റി അതെയോ? നമ്മൾക്ക് ഏലിയാവിനെ നമ്മൾക്ക് അധികമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ആ നിലയിൽ കാക്കയാൽ എന്താ പറയാ പോറ്റി പുലർത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഏലിയാവിനെ സൺഡേ സ്കൂൾ കാലം മുതൽ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം ഏലിയാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യഹോവ തന്നെ ആന്റി കേൾക്കാവോ? കേൾക്കാം. തുടർന്നു. യഹോവ തന്നെ ദൈവം എന്ന് തീരുമാനം ഉള്ളവനായിരുന്നു ഏലിയാവ് എന്ന് നമുക്ക് 1 രാജാക്കന്മാർ 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേർപാട് പാലിച്ചവനായിരുന്നു ഏലിയാവ് എന്ന് നാം അതേ അധ്യായത്തിൽ അതേ വാക്യം തന്നെ നാം വായിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രാർത്ഥന വീരനായിരുന്നു ഏലിയാവ്. നമുക്കറിയാം ഏലിയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ നാം ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവിക അരുളപ്പാട് ലഭിച്ചവനായിരുന്നു ഏലിയാവ്. കൂടാതെ രാജാവിനെ പോലും ഭയപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ് എന്ന് നമുക്കറിയാം. പിന്നെ നാം മുന്നേ പറഞ്ഞതുപോലെ കാക്കയിലൂടെയും വിധവയിലൂടെയും പുലർത്തപ്പെട്ടവൻ ആയിരുന്നു ഏലിയാവ്. നമുക്കറിയാം. മാത്രമല്ല നിരാശയ്ക്കടിമയായവൻ ഏലിയാവ്. നിരാശയ്ക്കടിമയായിരുന്നു ഏലിയാവ് എന്ന് നാം കാണുന്നുണ്ട്. നമുക്കറിയാം. മാത്രമല്ല അതുകൂടാതെ തന്നെ ഇസ്രായേലിന്റെ യഥാസ്ഥാനം കാംക്ഷിച്ചവനായിരുന്നു ഏലിയാവ്. ഇങ്ങനെ ഏലിയാവിനെ പറ്റി ഒത്തിരി ഗുണവിശേഷങ്ങൾ നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് നമുക്ക് 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിന്റെ 19 മുതൽ 24 വരെയുള്ള വാക്യം നമുക്ക് ആദ്യമായി വായിക്കാം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാം ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ചു കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാൽ എങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്: യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ഡം ഖണ്ഡമാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. അതിന് ജനം എല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഏലിയാവ് ഇവിടുത്തെ സന്ദർഭം നമുക്ക് എല്ലാവർക്കും ഇപ്പം വായിച്ചപ്പോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രായേൽ ജനം ബാലിനെ തന്റെ തങ്ങളുടെ ദൈവത്തെ വിട്ട് ബാലിനെ അവർ ആ നിലയിൽ സേവിക്കുകയും ആ നിലയിൽ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഏലിയാവ് ഇവിടെ ഒരു നിബന്ധന വെക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ ഒരു നിബന്ധന വെക്കുകയാണ്. അതെന്താണ്? 2 യാഗപീഠം പണിയുക, കാളയെ ഖണ്ഡം ഖണ്ഡമായി വെക്കുക, തീ ഇറങ്ങി അതിനെ ദഹിപ്പിക്കുന്ന ദൈവം ആരാണോ അതാണ് ജീവനുള്ള ദൈവം. അത് ജനം അംഗീകരിക്കുന്നു. ആ നിലയിൽ പിന്നെ തുടർന്ന് നാം താഴോട്ട് വായിക്കുമ്പോൾ ആ നിലയിൽ ബാലിന്റെ പ്രവാചകന്മാർ നാം വായിക്കുന്നത് 450 പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകനായി ഏലിയാവും ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിലയിൽ പ്രവാചകന്മാർ, ബാലിന്റെ പ്രവാചകന്മാർ ഉച്ചവരെ ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ ഇങ്ങനെ അവരുടെ ദേവനെ വിളിച്ചുകൊണ്ടിരുന്നു. യാതൊരു പ്രതികരണവും അവർക്ക് ലഭിച്ചില്ല എന്ന് നാം 29-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. പിന്നീട് നമ്മുടെ ഏലിയാവിന്റെ ഊഴം വന്നു. ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി കടന്നു വന്നു.
നാം അതിന്റെ 30 മുതൽ 30-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. അപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഏലിയാവ് ആദ്യമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കുന്നതായിട്ട് നാം കാണുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മളുടെ ബന്ധത്തിലും നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, യാഗപീഠം എന്നുള്ളത് അത് യാഗപീഠം യഥാസ്ഥാനപ്പെടുത്താതെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പൊ യാഗപീഠം എന്നത് ദൈവവുമായി സമ്പർക്കം പുലർത്തുന്ന ഒരു മാധ്യമമാണ് യാഗപീഠം എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല യാഗപീഠം ദൈവാലയത്തെ ചൂണ്ടിക്കാണിക്കുന്നു. നാം ഇതിനുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുമെന്നും അറിയുന്നില്ലയോ? അപ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയിൽ നാം ഇന്ന് ദൈവം വസിക്കുന്ന ഒരു ആലയമാണ് നമ്മുടെ ശരീരം. അപ്പൊ ആ നിലയിൽ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില ഇടിഞ്ഞു കിടക്കുന്ന ചില വശങ്ങളുണ്ട്. അത് നാം ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന വശങ്ങൾ നാം ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ, ഹൃദയത്തിൽ അകൃത്യം കരുതി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്നാൽ പ്രാർത്ഥന കേൾക്കില്ല എന്ന്. ആ തിരുവചന പ്രകാരം നാം നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? ഒരു നിഷ്കളങ്ക ഹൃദയം, പരമാർത്ഥ ഹൃദയത്തോടുകൂടി നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഇടിഞ്ഞ വശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പല ചിന്തകൾ നമ്മളെ ഭരിച്ചേക്കാം. നമുക്കറിയാം, ദൈവസ്നേഹത്തിൽ ചിലപ്പോൾ നാം കുറവുള്ളവരായിരിക്കാം, ക്ഷമയിൽ കുറവുള്ളവരായിരിക്കാം, പ്രാർത്ഥനയിൽ കുറവുള്ളവരായിരിക്കാം, ജീവിത വിശുദ്ധിയിൽ കുറവുള്ളവരായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്നു. ആ വശങ്ങളൊക്കെ നാം ആദ്യം അത് ക്രമീകരിക്കണം. നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കണം. പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ ആ നിലയിൽ നാം ആദ്യമായി ചെയ്യേണ്ടത് അങ്ങനെയാണെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതേ നാം താഴേക്ക് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാവും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. 31-ാമത്തെ വാക്യമാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഏലിയാവ് തനിക്ക് ബോധിച്ചതുപോലെയല്ല അവിടെ യാഗപീഠം പണിതത് എന്ന് നാം വായിക്കുന്നു. എങ്ങനെയാ യാഗപീഠം? ഇസ്രായേൽ ഗോത്രത്തിന്റെ സംഖ്യക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് വെച്ചാണ് അവിടെ യാഗപീഠം പണിതതെന്ന് നാം വായിക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരിമാരെ, നമ്മളുടെ ബന്ധത്തിലും നാം നമ്മുടെ നമ്മളുടെ വീഴ്ചകൾ പരിഹരിക്കുന്നത് നാം മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തിയോ അല്ലെങ്കിൽ അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചോ അല്ല, പിന്നെയോ നാം വചനപ്രകാരം വേണം നമ്മുടെ കുറവുകൾ നാം ദൈവസന്നിധിയിൽ പരിഹരിക്കപ്പെടേണ്ടത്. വചനം എന്ന കണ്ണാടിയിലൂടെ വേണം നാം നമ്മുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ആ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ നാം ഇടയായി തീരേണ്ടത്. അതാണ് ഇവിടെ എന്നെ ചിന്തിപ്പിക്കുവാൻ ഇടയായി തീർന്ന വാക്യം. പിന്നീട് നാം താഴേക്ക് വായിക്കുമ്പോൾ നാം കാണുന്നത് വിശ്വാസത്തോടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏലിയാവിന്റെ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന, അത് 18-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഏലിയ പ്രവാചകൻ അടുത്തു ചെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഇവിടെ നമുക്കറിയാം, തന്റെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുന്ന ഒരു ഏലിയാവ്. എന്തുകൊണ്ടാണ് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുവാൻ ഇടയായി തീർന്നു? നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാക്കന്മാര് നടത്തിയ ദൈവം ഏത് പ്രതിസന്ധിയിലും അവരെ കൈവിടാതെ തന്റെ മാറോട് ചേർത്ത് അവർക്ക് വഴികാട്ടി കാണിച്ച ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം എന്നുള്ളൊരു വിശ്വാസം ഇവിടെ ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ നിലയിൽ നാമും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം ആരാണ്, നാം സേവിക്കുന്ന ദൈവം ആരാണ്, നാം
സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ആ ജീവനുള്ള പിതാവിന്റെ സന്നിധിയിലാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ആ നിലയിൽ നാം വിശ്വാസത്തോടു കൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ പിതാവ്. നമുക്കറിയാം, കർത്താവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ഒരു കള്ളൻ കർത്താവിനോട് പറഞ്ഞു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവനൊരൊറ്റ വാക്യേ പറഞ്ഞു, ഒത്തിരി നീണ്ട രീതിയിലൊന്നും കാര്യങ്ങൾ അവിടെ പറഞ്ഞില്ല. ഒരൊറ്റ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞ, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ആയിരിക്കും. അവന്റെ വിശ്വാസം. പ്രിയ സഹോദരിമാരെ, നമ്മളുടെ ബന്ധത്തിലും നമ്മുടെ വിശ്വാസം, പ്രാർത്ഥനയ്ക്കായി നാം കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്, നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ നാം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച എത്രയോ അനുഭവങ്ങൾ, എത്രയോ കാര്യങ്ങൾ ദൈവം നമുക്ക് നടത്തി തന്നിട്ടുണ്ട്, അല്ലെ? നമുക്ക് എത്ര നന്ദി. എനിക്കും എന്റെ ജീവിതത്തിൽ ആ നില ഒത്തിരി അനുഭവങ്ങൾ സാക്ഷ്യമായി പറയുവാനുണ്ട്. പക്ഷെ നമുക്ക് സമയം അതിനനുവദിക്കുന്നില്ലല്ലോ. ആ നിലയിൽ ഞാൻ ഓർക്കെ, നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ദൈവം നമ്മളെ നടത്തിയ വഴികൾ, വിശ്വാസത്തോടു കൂടി നാം ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുവോ ആ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, വിശ്വാസം എന്നത് നാം ചോദിക്കും കാര്യങ്ങൾ ചോദിക്കും വിധം തരും എന്നല്ല, അതല്ല വിശ്വാസം. മറിച്ച് ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല, ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ് എന്നതാണ്, അതാണ് വിശ്വാസം. അപ്പൊ ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യാത്തവനാണ്. ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്ന, അതാണ് ആ വിശ്വാസം എന്നതിന്റെ ഡെഫിനിഷൻ. അപ്പൊ ആ നിലയിൽ പ്രിയ സഹോദരിമാർ, നമുക്ക് വിശ്വാസത്തോടുകൂടി ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ വളരെ എന്താ പറയുക, തുറന്ന മനസ്സോടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. മാത്രമല്ല, നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുവാൻ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. കർത്താവിന്റെ ചെവികൾ മന്ദമായിട്ടില്ല എന്ന് തിരുവചനം പറയുന്നു. ആ നിലയിൽ ആ ചെവി തുറന്നിരിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പിതാവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി വളരെ ധൈര്യത്തോടുകൂടി നമുക്ക് തുടർന്നും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകുമാറാവട്ടെ. പിന്നീട് നാം അതിന്റെ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 37 വാക്യങ്ങൾ വായിക്കുന്ന ഇസഹാക്കിന്റെ ദൈവമായ യഹോവ ഇസ്രായേൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസൻ എന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഈ 36 തന്നെ വേറെ ഒരു ഭാഗവും കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് താഴ്മ. നമ്മുടെ ഏലിയാവ് തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഏലിയാവിന് വേണമെങ്കിൽ മഹത്വം എടുക്കാം. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിനെ അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പോൾ ഇവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 3 സംവത്സരവും 6 മാസവും 3.5 വർഷക്കാലം ദേശത്ത് മഴ പെയ്തില്ല എന്ന് നാം വായിക്കുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഉള്ള ഒരു വ്യക്തി ജനത്തിന്റെ മുമ്പാകെ വരുമ്പോൾ ജനം ഈ വ്യക്തിയെ ഒരു വാഴ്ത്തപ്പെട്ടവനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷൻ എന്ന നിലയിൽ ആ നിലയിൽ ഏലിയാവിന് അവര് മഹത്വം കൊടുക്കുമായിരുന്നു. ഏലിയാവിന് ആ നിലയിൽ മഹത്വം എടുക്കാമായിരുന്നു. പക്ഷേ ഏലിയാവ് ഇവിടെ പറയുന്നത് എന്താണ്? നീ ദൈവമെന്നും ഇസ്രായേല് നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. അപ്പൊ കർത്താവെ, ഇത് ഞാനല്ല ചെയ്യുന്നത്, നീയാണ് ചെയ്യുന്നതെന്ന് ഇസ്രായേൽ ജനം കാണണം, ഈ ജനം കാണണം. നിന്റെ നാമമാണ് ഇവിടെ മഹത്വപ്പെടേണ്ടത് എന്ന് ഇവിടെ ഏലിയാവ് പറയുന്നതായിട്ട്, ആ പ്രകാരം ദൈവസന്നിധിയിൽ താഴ്മയോടെ ദൈവ മഹത്വം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. തുടർന്ന് നാം താഴോട്ട് 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവേ എനിക്ക് ഉത്തരം അരുളണമേ, നീ ദൈവം തന്നെ,
യഹോവ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളേണമേ എന്ന് പറയുന്നു. ഇവിടെ നമുക്കറിയാം, ഇവിടെ കാണുന്നത് ജനത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്കിവിടെ കാണാം. എന്താണോ ഏലിയാവിന്റെ പ്രഥമ ആവശ്യം? ജനം ദൈവത്തിങ്കലേക്ക് തിരിയണം, ഈ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് അവർ തിരിയണം. അതായിരുന്നു ഏലിയാവിന്റെ ആവശ്യം. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഏലിയാവ്. പ്രിയപ്പെട്ടവരെ, നാമും ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ മടക്കുമ്പോൾ നമുക്ക് അനേക ആവശ്യങ്ങളുണ്ട്, അനേക കാര്യങ്ങൾ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനോട് നമുക്ക് പറയുവാനുണ്ട്. ആ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് നമുക്ക് അതിന് ഉത്തരം നൽകും. അതിന് യാതൊരുവിധ സംശയമില്ല. കാര്യം ദൈവത്തിന്റെ വാഗ്ദത്തം ഇങ്ങനെയാണല്ലോ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിനറിയാം നമുക്ക് ഇന്നത് ആവശ്യമുണ്ട്, നമുക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ സകലതും അറിയാവുന്നവനാണ് നമ്മുടെ കർത്താവ്. പക്ഷേ നാം ചോദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ നില ചോദിച്ചു വാങ്ങിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ, എന്താണ് ആവശ്യങ്ങൾ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ നാം ദൈവത്തോട് ഭാരപ്പെട്ട് ചോദിച്ചു. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യം, മക്കളുടെ വിവാഹകാര്യം, ജോലിക്കാര്യം, നമ്മുടെ കുടുംബജീവിതം, അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നാം ദൈവസന്നിധി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ വിഷയങ്ങൾക്കൊക്കെ ദൈവം നമുക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. നമ്മൾ അത് ഓരോരുത്തരും നമ്മൾ അനുഭവസ്ഥരാണ്, നമ്മൾ സാക്ഷികളാണ്. അപ്പൊ ആ നിലയിൽ തുടർന്നും ദൈവസന്നിധിയിൽ നമുക്ക് ആവശ്യങ്ങൾ പറഞ്ഞ്, അനേക ആവശ്യങ്ങൾ നമുക്ക് ഉണ്ട്. ആ ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാൻ പ്രാർത്ഥിക്കാം. ഈ ഏലിയാവിന്റെ ഈ മാതൃക നമുക്ക് തുടർന്നും പിൻപറ്റുവാൻ, ആ നിലയിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ സ്നേഹ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് പ്രിയദാസിയിൽ കൂടെ കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഏലിയാവ് എപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നും എപ്രകാരമാണ് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ടതെന്നും വളരെ വിശദമായിട്ട് നമുക്ക് കേൾക്കുവാനിടയായി. ഞാൻ ഇനി അതൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയമാണല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോകാവുന്നതാണ്. 7:25 ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് മെയിൻ റൂമിലേക്ക് വരണം. ഹലോ 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 മമ്മ. അതെങ്ങനെ നമ്മൾ രണ്ടും കൂടെ ഒരു ഗ്രൂപ്പിൽ വന്നു? അല്ലല്ല, അത് അങ്ങോട്ട് പോണം, ഓട്ടോമാറ്റിക്കായിട്ട് പോവല്ലോ. പൊക്കോ, ഞാനും ഇവിടെ ഇരുന്നു. ഇവിടെ ആരും ഇല്ല, പൊക്കോ. ഇവിടെ ആനിയാൻറ്റി ഉണ്ട്. ഇല്ല ഇല്ല, ആനിയാണ്ടി ഇപ്പം പോവും. ഏതെങ്കിലും റൂമിലോട്ട് പൊക്കോ. ഒന്നാമത്തെ റൂമിൽ ബീനയുണ്ട്. അമ്മാമ്മ അതില്ല ഇട്ടേക്കുന്നത്, പക്ഷെ പോകുന്നില്ല. ഞാനങ്ങ് പോകുന്നില്ല, എനിക്കങ്ങ് പോകാൻ പറ്റുന്നില്ല. എന്താണോ എന്തോ. റൂമിലിപ്പം എല്ലാ റൂമിലും ആളുണ്ട്. സെക്കൻഡ് റൂമിൽ ഡാർലി ആൻറ്റി ഉണ്ട്. തേർഡ് ഫസ്റ്റ് റൂമിൽ റൂമിൽ ആരുമില്ല. ഫസ്റ്റ് റൂമിൽ ആരുമില്ല. ഓടിപ്പോ. ഞാൻ നോക്കട്ടെ, എനിക്ക് പോകാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യും? പോയോ? എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല.
ആരോ റൂം നമ്പർ ബീന ഹെൻറി, മേഴ്സി സിറിയക്ക് അവിടെ ആരും ഇല്ലല്ലോ. അത് വേറെ റൂമിലാക്കണം. അല്ല, അതിന് പകരം ബിന്ദു ലിയോപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ വേറെ റൂമിലാക്കട്ടെ. അമ്മമ്മ എന്താ പോവാതെ? ഞാൻ പോകുന്നില്ല, എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. റിപ്പോർട്ട് പ്രോബോ എനിക്ക് ഞാൻ താഴെ ഇറങ്ങിപ്പോയി. ഞാൻ എന്റെ മെയിൻ റൂമിലേക്ക് ആരെങ്കിലും വിട്, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇയാള് പോ. ഇവിടെ ഇല്ലെന്നേ, ഈ റൂമിൽ ആരും ഇല്ല. ഇങ്ങോട്ട് വിടാൻ പറ്റിയല്ലേ? ഇല്ലല്ലോ, ഞാൻ മാത്രം ഇവിടെ ഉണ്ട്, പാവം പിടിച്ച ഞാൻ. അത് അങ്ങോട്ട് പോകുന്നില്ലല്ലോ അമ്മമ്മ. ഞാൻ പോകുന്നു, എനിക്ക് പോകാൻ ഡാർലി ആന്റി ഉണ്ട് റൂം നമ്പർ 2 എനിക്ക് പോകാൻ ഒരു ഓപ്ഷൻ വരുന്നില്ലടേ. ഇയാള് പോകുന്നേ, ആളില്ലാത്തോടത്ത് ഇയാള് പോവും. എങ്ങോട്ട് പോകും ഞാൻ? ഇങ്ങോട്ട് കയറി പോവാനാ? ആളൊക്കെ എല്ലാ റൂമിലും ഉണ്ട്. നിക്ക് റൂം നമ്പർ 1 ആരെങ്കിലും ഒക്കെ പിടിച്ചിടട്ടെ. റൂം നമ്പർ 1 ആരെങ്കിലും അങ്ങോട്ട് നീക്കിയിട്ട് എന്നെ പാൻഡത്തിന് അങ്ങോട്ട് നീക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ റൂം നമ്പർ 1 വിടുക. അമ്മാവ പോകുന്നില്ല, അമ്മാവ എനിക്ക് കാണുന്നേ ഇല്ല ഇപ്പൊ ഞാൻ ഇവിടെ ഈ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന ഈ ഹോസ്റ്റിനെ അങ്ങോട്ട് വിടുക. അത് പോണ്ടേ? എന്നെ ഇയാൾ ഇറങ്ങിപ്പോയി, ഇയാൾക്ക് ഇറങ്ങി പോകാൻ പറ്റുമെങ്കിൽ ഞാൻ വിടാം ഇയാളെ. റൂം നമ്പർ റൂം നമ്പർ 1 ആളുണ്ട്. റൂം നമ്പർ 1 ആളില്ല. ഉണ്ട്, ബീന ഉണ്ട്. അത് ഏത് അത് ബീന മാറിയാ? So let's